ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു സ്ലീവിൻ്റെ ഡിസൈൻ ചെയ്യുന്ന, അതായത് ഈ വീഡിയോയിൽ കാണുന്ന കണക്കുള്ളൊരു ഡിസൈനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ഈ പാർട്ടിൻ്റെ കഴുത്തും ഷോൾഡർ ജോയിൻ ചെയ്യുന്ന വീഡിയോയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ കാണാത്ത കൂട്ടുകാരെല്ലാം പോയി കാണണം. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും അകവും പുറവും നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നല്ല അകംവശമാണ് നമ്മുടെ രണ്ട് സ്ലീവിൻ്റെയും നല്ല വശം. കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ വെച്ചതിന് ശേഷം പീസ് കുറവായിരുന്നു, ഉള്ള പീസ് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ആ കൈക്ക് ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ 1/4 ഇഞ്ച് വിട്ട്, അതാണ് കൈയുടെ തുമ്പ് സൈഡാണ്, ഓപ്പൺ ഭാഗമാണ്. 1/4 ഇഞ്ച് വിട്ട്, അതായത് ആ ഡിസൈൻ വരുന്ന പീസ് അതിൽ കൊള്ളാത്ത രീതിയിൽ ഞാൻ സ്ക്രീൻ വലുതാക്കിയാണ് ഇടുന്നത്. കൂട്ടുകാർക്ക് എളുപ്പം കണ്ടാൽ മനസ്സിലാവും. ആ ഡിസൈൻ നമുക്ക് ആ ഡോട്ട് വരുന്ന ഗോൾഡൻ അത് നമുക്കിതിൽ കിട്ടണം. നമ്മളങ്ങനെ 1/4 ഇഞ്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറകിൽ ഇതിലീ കൂടെ നമുക്ക് പതിപ്പിച്ചെടുക്കാം. ഞാൻ ഒരെണ്ണം പതിപ്പിച്ചത് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പന്ന വശത്ത് നിന്ന് നല്ല വശത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്കത് പതിപ്പിച്ചെടുക്കാം. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓൾ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. കേട്ടോ കൂട്ടുകാരെ. ഇനി നമുക്ക് ഇതുണ്ടോ, ആ കൈ നമുക്ക് പതിപ്പിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പടി പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കൈക്കുഴിയിൽ നിന്നൊക്കെ വെട്ടിയ പീസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ചേർത്ത് ജോയിൻ ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു പടിയും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പേ നമ്മുടെ ആ കൈക്കുഴിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പീസിൽ നമുക്ക് പൂവിൻ്റെ 2 ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഞാൻ ഒരു 1/4 ഇഞ്ച് ക്യാപ്പിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ഞാൻ നമ്മുടെ പൂവിനകത്ത് കൊള്ളാത്ത രീതിയിൽ നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത്, ഒരെണ്ണം ഞാൻ കൈവച്ച് സൂചി നുള്ളിൽ തയ്ക്കുന്നുണ്ട്, ഒരെണ്ണം ഞാൻ മെഷീനിൽ തന്നെ ഇതേപോലെ മടക്കി കൊടുത്തുകൊണ്ട് നമ്മൾ റൗണ്ടിൽ കറക്റ്റ് അളന്നെടുത്ത് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഈ കാണുന്ന രീതിയിൽ തന്നെ കൂട്ടുകാർ ചെയ്യണം. അന്നേരം നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം അറിയത്തതേയില്ല. നമ്മൾ വിചാരിക്കുക പീസിനകത്തുള്ളതായിരിക്കുമെന്ന്. നമ്മൾ ഇതുപോലെ ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പീസിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ ഇതിനകത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, പശയാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി ഒരെണ്ണം ഞാൻ സൂചി നൂലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ 2 രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ മെഷീനില്ല എങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടാണെങ്കിലും ചില പീസിനകത്തൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫ്രോക്കുകളിലും എല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വെട്ടിക്കളയുന്ന പീസ് കളയാതെ നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇതിൽ കാണിച്ച് തന്നത്. ഇനി നമ്മൾ ഇതേപോലെ ഒരേ അളവിന് നമ്മൾ അളന്നെടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ 2ലും വെച്ചൊട്ടിക്കാനേ. അല്ലെങ്കിൽ ഒരെണ്ണം കയറി ഒരെണ്ണം ഇറങ്ങി പോവും. അതുകൊണ്ട് ഒരുപോലെ തന്നെ വേണം ഇതാണ് ചെയ്യാൻ. ഞാൻ ആ പീസ് നല്ലോണക്ക് കൈക്ക് നഖം വെച്ച് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നല്ലോണക്ക് മടങ്ങി സെൻറ്റർ കണക്കാക്കിയിട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ കാണിക്കുന്നത് പോലെ തന്നെ കൂട്ടുകാർ സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്ക് ആ റൗണ്ട് ഫുള്ള് സ്റ്റിച്ച് എടുത്തിട്ട് കണ്ടോ, നീഡിലൊന്ന് പൊക്കിയതിന് ശേഷം വേണം സൂചി വലിച്ചൂരിയെടുക്കാൻ. ഇനി നമുക്ക് എത്ര ക്യാപ്പിൻ്റെ അകലം വേണമെന്ന് വെച്ചാൽ അതുപോലെ നമ്മളൊന്ന് അളന്നെടുക്കുക. ഞാനിപ്പം മൊത്തത്തിൽ നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ അടിയിൽ തൊട്ട് മുകൾ വരെ ഞാൻ എടുത്തേക്കുന്ന ക്യാപ്പിൽ നിന്ന് 2.5 ഇഞ്ചാണ്. ആ 2.5 ഇഞ്ചിന് നമ്മൾ ചോക്ക് വെച്ച് മാഞ്ഞു പോകുന്ന ഇത് വെച്ച് വേണേൽ നമ്മൾ വരയ്ക്കാൻ, അല്ലെങ്കിൽ അത്
നമ്മൾ കഴുകിയാലും ചിലത് പോകില്ല. എന്താണ്ട് എന്നിട്ട് നമ്മൾ ഒരുപാട് ജോയിൻറ്റ് കൊടുത്തിട്ടാണ് ഈ പടി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇതാണ്ട് നമുക്ക് ആ 2 വർക്കും കിട്ടുന്ന രീതിയിൽ ഞാൻ ഒരുപോലെ വെച്ചിട്ട് ഞാൻ 1/4 ഇഞ്ച് അകത്തോട്ട് കൊടുത്ത് നമ്മൾ ആ അളന്ന് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വരച്ചതിന് അകത്ത് നിൽക്കുന്ന രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് മടക്കി അകത്തോട്ട് കൊടുത്തുകൊണ്ടാണ്. അന്നേരം ഇനി നമുക്ക് അതിനകത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ തയ്യൽ തുമ്പ് അകത്തോട്ട് മടക്കി, കണ്ടോ, ഇതേ രീതിയിൽ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്കന്നേരം എക്സ്ട്രാ നമുക്ക് പിടിപ്പിക്കുന്ന സ്റ്റിച്ചിങ് കൊടുക്കേണ്ടതാണ്. പിടിപ്പിക്കുന്ന ഈ മടക്കി കൊടുത്ത്, അതാണ് ഞാൻ വരച്ചത്. എല്ലാ കൂട്ടുകാരും വരച്ചിട്ടിട്ട് ചെയ്യുക. അന്നേരം നമുക്ക് ഈ പീസ് വെക്കുമ്പോഴേ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി മാറിയൊന്നും പോകത്തില്ല. കറക്റ്റ് അളവിന് തന്നെ ആ 2.5 ഇഞ്ച് കറക്റ്റാക്കി തന്നെ വരച്ച് കൊടുത്ത്, കൂട്ടുകാരെടുക്കുന്ന ക്യാപ്പ് എത്രയാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ വരച്ച് കൊടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇതുണ്ടോ, ഒന്നുമില്ലാത്ത ഒരു കൈക്ക് നമ്മൾ ഇത്രയും ചെയ്തപ്പം എന്ത് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ അസ്സലാമു അലൈക്കും.